ഓണം പ്രമാണിച്ച് നമുക്ക് ഇന്നൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസം വെച്ചാലോ? മില്ലറ്റ് കൊണ്ടുള്ളൊരു പായസമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പായസം നമ്മൾ വെക്കുന്നത് ലിറ്റിൽ മില്ലറ്റ് കൊണ്ടാണ്. ലിറ്റിൽ മില്ലറ്റിനെ മലയാളത്തിൽ ചാമ എന്ന് വിളിക്കും. അപ്പോൾ ഈ ഒരു ചാമ നമ്മൾ അര കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല വെള്ളത്തിൽ ഇതുപോലെ 5 മണിക്കൂറെങ്കിലും മിനിമം കുതിർക്കാനായിട്ട് വെക്കണം. ഇതിൽ ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുതിർക്കാൻ വെക്കുന്നത്. ഞാനിതിപ്പോൾ ഓവർനൈറ്റ് വെച്ചു, തലേദിവസം രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് ഒരു 11 മണി ആയപ്പോഴാണ് എടുത്ത് ഇതുപോലെ വാർത്തെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് നമ്മൾ ഏത് കപ്പ് കൊണ്ടാണോ ആ ചാമേരി അളന്നെടുത്തത് അതേ കപ്പിൽ തന്നെ 4 ഇരട്ടി വെള്ളം ആണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ അര കപ്പ് ചാമയ്ക്ക് 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒഴിച്ചിട്ട് ഇത് കുക്കറിൽ 2 വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് ചിരകിയ നാളികേരം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പല വിധത്തിലുള്ള മില്ലറ്റ് കൊണ്ടുള്ള പല ടൈപ്പിലുള്ള റെസിപ്പീസ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ് നമ്മുടെ തൃശ്ശൂരുണ്ട്. അവിടേക്കൊന്ന് പോയി വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ അത് ഇടുന്നതായിരിക്കും. അപ്പോൾ ആ 2 കപ്പ് നാളികേരത്തിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സി ജാറിലൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കതൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് അരിച്ച് അത് പിഴിഞ്ഞ് കൈകൊണ്ട് നന്നായി പിഴിഞ്ഞ് അതിലത്തെ ജ്യൂസ് മാറ്റി വയ്ക്കുക. ഇതുപോലെ പിഴിഞ്ഞ് വെച്ച നാളികേരപ്പാൽ അവിടെ മാറ്റി വയ്ക്കുക. അപ്പോൾ കുക്കറിൻ്റെ 2 വിസിലടിച്ചതിന് ശേഷം അതിലത്തെ എയറെല്ലാം തനിയെ പോയതിന് ശേഷം അത് തുറന്നെടുക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇതവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന നാളികേരക്കൊത്തും 2 ടേബിൾ സ്പൂൺ കാഷ്യൂം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. നല്ല ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കുരുവില്ലാത്തത് നന്നായി കഴുകി വെച്ചതാണ് അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ആ മുന്തിരി നന്നായി വീർത്ത് വരുന്ന സമയത്ത് നമുക്കതെല്ലാം കോരിയെടുത്ത് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കി നെയ്യ് അതിലുണ്ടായിരിക്കണം. അത്രയും നെയ്യ് നമ്മൾ കൂടുതൽ ചേർത്തിട്ട് വേണം ഇത് വഴറ്റിയെടുക്കണമെങ്കിൽ. ഇത്രയും നെയ്യ് ബാക്കിയുണ്ട്. ഇതിലേക്ക് തന്നെ ഫ്ലെയിം ചെറുതാക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ലിറ്റിൽ മില്ലറ്റ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് ശർക്കര പാനി കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് തന്നെ ഇത് കറക്റ്റാണ് കേട്ടോ. പാകത്തിനുള്ളൊരു മധുരമാണ് ഒഴിച്ചു കൊടുത്ത് നന്നായി ആ കട്ടകളെല്ലാം ഉടച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക. നന്നായി ഒന്ന് വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും 1/2 ടീസ്പൂൺ ജീരകം പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ മുഴുവനായിട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി ഇളക്കുക. അതിനുശേഷം ഒരു 2 തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ആ കാഷ്യൂം റൈസിൻസും പിന്നെ നാളികേരക്കൊത്തും എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കുക. അപ്പോൾ ഇത്രയും ലൂസ് തന്നെ വേണം കേട്ടോ. ഇത്രയും ലൂസ് ഉണ്ടായാലാണ് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വരുമ്പോൾ നല്ല കട്ടിക്ക് തന്നെ ഇത് കുറുകി വരുന്നൊരു ടൈപ്പ് പായസമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം. എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക.